ഇപ്പം ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷനോ അതോ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ഓൺലൈൻ മീഡിയാസ് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇനി എന്റെ ഊഴമാണ്, ഞാനിവിടെ ഉഴുതു പറിക്കും, ഞാനിവിടുന്ന് കെട്ടുകിട്ടിക്കും. അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. What do you mean? Yes. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു ചെയ്യണം. അത് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ കണ്ട് അറിയിച്ച് ചെയ്തിട്ട് അത് കുറേ വീഡിയോ ആക്കിയിട്ട് ആ മാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. ഞാനൊരു കണ്ടന്റ് എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല. കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീന്റെ ഫ്രണ്ട്സാണ്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല ഇവള്. എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതിന്റെ രീതിയാണ്. അത് ശരി, നീ ഇത് പറയുന്ന എനിക്കറിയാം. നീ കാണിച്ച ജാടയിൽ വീണുപോയി എന്നുള്ളത് എന്റെ തെറ്റ്. ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കരുത്. ചേച്ചി ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല. ചേച്ചി ചെയ്ത എന്തൊക്കെയാണെന്ന് ചേച്ചി ഞാൻ ഓർമ്മിപ്പിച്ച് തരട്ടെ. എന്റെ സുധിച്ചേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു, 3.9 മില്യൺ വ്യൂസ്. അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതൊന്ന് ഇപ്പോ ലക്ഷ്മി നക്ഷത്ര ചേച്ചി പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ. കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. എന്താണെങ്കിലും ഒരു 10 ലക്ഷം അടുപ്പിച്ചോ അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലോ വ്യൂവർഷിപ്പ് നിങ്ങൾ മൊത്തം രേണു കൊല്ലം സുധി കോണ്ടന്റിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലൊരു വലിയ തുകയല്ലേ, 2-3 ലക്ഷം രൂപ കാണില്ലേ? അത്രയില്ല, അതിനടുത്ത് വരും. അവരുടെ കണ്ണീര്, അവരുടെ സിറ്റുവേഷൻ, അവരുടെ സാഡ്നസ്, അങ്ങനെ BGM വിട്ടടിക്കുന്നു, സൂം ഇൻ സൂം ഔട്ട്, ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ഇവരെ രേണുവിനെ അവിടെ കുറഞ്ഞിരിക്കുന്നു, സുധി ബാക്കിൽ സുധിയുടെ ഫോട്ടോ മാറിട്ട് വെക്കുന്നു. ഇങ്ങനെയുള്ള പുതിയ പുതിയ നമ്പറുകൾ ഇറക്കിയാലേ ഇക്കാലത്തെ ബിസിനസ് കോമ്പറ്റീഷൻ നമുക്ക് പിടിച്ചു വെക്കാൻ ഒക്കൂ. കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കേറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ബാക്കിയൊക്കെ കേറ്റി സപ്പോർട്ടാണ്. ശരി, ഞാൻ BGM ഇട്ടതിന് അതിനെന്താ കുഴപ്പം? അതൊക്കെ കഴിഞ്ഞതല്ലേ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ തുടങ്ങാൻ പോണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞൊരു പാറ്റേണിൽ ഉണ്ടാക്കിയിട്ട് അത് വേറെ രസമുണ്ട്. ഈ സാധനം നിങ്ങൾ നിങ്ങളത് കോണ്ടന്റ് ആക്കി ആ സാധനം വിൽപ്പനയാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് കൊണ്ടുവരുന്നു, മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇവിടെ വിചാരിക്കുന്ന പോലെ വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സ്വന്തം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊണ്ടുപോയിടുകയാണ്. യെസ്, ട്രെൻഡ് നമ്പർ 1. ഇതിവിടെ അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ്, ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. എവിടെയൊക്കെ ഉണ്ടോ ലക്ഷ്മി നക്ഷത്രയുടെ പ്രൊഫൈൽ അവിടെയൊക്കെ ഉണ്ട് ഈ സാധനം. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. യെസ്, വി ആർ ട്രെൻഡിങ് ഇൻ യൂട്യൂബ് നമ്പർ 1. യെസ്, സുധിക്ക് പെർഫ്യൂം. യെസ്, സുധിച്ചാന്റെ വീട്. യെസ്, രേണു സുധിക്ക് അറിയുന്നു. യെസ്, ട്രെൻഡിങ് നമ്പർ 1. ഇത് കണ്ടപ്പോൾ ക്രിട്ടിസൈസ് ചെയ്ത ചേച്ചി, അല്ലാതെ ചെയ്യരുത്, കൊടുക്കരുത്, കൊടുത്തത് തെറ്റായി, മോശമായി എന്നല്ല പറഞ്ഞത്. ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എന്റേത്. സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ട് തൊഴി വെച്ചു കൊടുക്കാൻ തോന്നി. വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. പോലെ എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. എന്റെ അടുത്ത് വിളവെടുക്കരുത്. വിഷപ്പാമ്പിന്റെ വിഷം ഞാൻ ഞാൻ എന്താ ഇത് പറയണം തോന്നി. ഇത് ഇല്ലെങ്കിൽ എന്താ അറിയോ, ലക്ഷ്മി നക്ഷത്രം നൈസായിട്ട് അങ്ങട്ടെ അവരും ചെയ്തു ഞാനും ചെയ്തു. ഒരുത്തന്റെ ജീവിതം കൊണ്ട് അവനൊക്കെ കളിച്ചത്. പിന്നെ അവരും ചെയ്തു ഞാനും ചെയ്ത കാര്യം. രേണുവിന്റെ കേസിൽ ഞാൻ എന്താണെങ്കിലും വീട്ടിലേക്ക് പോയ സമയത്ത് 4 ക്യാമറ ഓൺ ആക്കി പോയിട്ടില്ല. ഓക്കെ, 4 ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ടുമില്ല. ഫൈൻ, എനിക്കതൊരു വലിയ വ്യത്യാസം തന്നെയാണ് തോന്നുന്നത്. സാറ് കലക്കി സാറേ, എനിക്ക് ഇഷ്ടായി. ഇവന്മാരുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ പറ്റിയ പോലീസുകാരെ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല സാറേ. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം.
ഇതൊരു തുടക്കം മാത്രം. ദിസ് ഇസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ.